ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ക്ലാസ് 2 പൂരം പൊടിപൂരം എന്ന ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. ഒന്നാമതായി ഉത്തരം പറയാം. ഒരമ്മ 2 മുറം വീശി വരുന്നു. ആരാണ്? ആനയാണല്ലേ. കാലില്ല കഴുത്തില്ല കയറിട്ടു തല്ലിയാൽ ബഹളം കൂട്ടും. ആരാണ്? ചെണ്ട. അപ്പോൾ ഇത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ആനയും ചെണ്ടയും ഉൾപ്പെടുത്തിയിട്ടുള്ള കടങ്കഥയാണ്. അപ്പം കടങ്കഥ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ 2 എണ്ണമല്ല, ഞാൻ 2-3 എണ്ണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് നോക്കാം. കരി പോലെ നിറമുണ്ട്, കരിമേഘ പെരുവയറുണ്ട്, കാൽ തൂണുകൾ 4 മൂക്കറ്റം കൈയുണ്ട്. നമ്മുടെ പാഠഭാഗത്തിലുള്ളതാണ്. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ആനയെ പറ്റിയാണല്ലേ. അപ്പം നിങ്ങൾ ഈ പാഠത്തിൽ ആനയെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കടങ്കഥകൾ വന്നാലും എന്തെങ്കിലും ആനയെ പറ്റി ഒന്ന് എഴുതാൻ വന്നാലും ഈ വാക്കുകളൊക്കെ ഈ സെൻറ്റൻസൊക്കെ ഓർത്ത് വെക്കണം. അടുത്തത് കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. എന്താണ്? ആനക്കൊമ്പാണല്ലേ. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്കറിയാവുന്ന 5 ഉത്സവങ്ങളുടെയോ ആഘോഷങ്ങളുടെയോ പേര് എഴുതാം. അപ്പോൾ ഒരു 5 എണ്ണമെങ്കിലും നന്നായിട്ട് നോക്കി വെക്കുക. അപ്പോൾ ഏതൊക്കെ 5 എണ്ണം എഴുതണം എന്ന് എല്ലാവർക്കും സംശയമുണ്ടാവും. പക്ഷെ നമുക്കറിയുന്ന ഈസിയുള്ള ഏതൊക്കെയാണ്? ഓണം, ക്രിസ്തുമസ്, വിഷു, റംസാൻ, ദീപാവലി. ഇന്നലെ ദീപാവലി ഇല്ലായിരുന്നോ? അപ്പോൾ എല്ലാവർക്കും അത് അറിയുണ്ടാവും. അപ്പോൾ വേഗം എഴുതാൻ പറഞ്ഞാൽ 5 എണ്ണം എഴുതണേ. അടുത്തത്, നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് എഴുതാം. അപ്പം അത് ഓരോ മക്കളുടെ അവരുടേതായ എഴുതുന്ന രീതി അനുസരിച്ച് ഒരു 5-6 സെൻറ്റൻസ് ഒരു ഉത്സവത്തെ ആഘോഷത്തെ പറ്റി പഠിച്ചെഴുതി വെക്കാം. എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിക്കാം. നാലാമത്തെ ചോദ്യം, കലാരൂപങ്ങൾ ഏതൊക്കെ? ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും 5 കലാരൂപങ്ങൾ എഴുതാം. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് അല്ലെ, ആഘോഷങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉത്സവങ്ങൾ തന്നെ നടക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ കലാരൂപങ്ങളായിരിക്കും ഉണ്ടാവുക? കണ്ടവർ മക്കൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് കഥകളി, നാടകം, തെയ്യം, ഗാനമേള, ഒപ്പന. ആഘോഷങ്ങളിൽ ഒപ്പന ഉണ്ടാവും, ഗാനമേളകളുണ്ടാവും, തെയ്യം, തിറ, നാടകങ്ങൾ അവതരിപ്പിക്കും, ഗാനമേളയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൻ്റെമായി ബന്ധപ്പെട്ടത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് കീപ്പ് വാച്ചിങ്.